ഇവിടെ പച്ചക്കറി വില ഉയരങ്ങളിലേക്ക്. മുരിങ്ങയ്ക്ക വില സർവകാല റെക്കോർഡിലും. സാമ്പാർ, അവിയൽ തുടങ്ങിയ മലയാളികളുടെ ഇഷ്ടപ്പെട്ട കറികളിൽ നിന്നും മുരിങ്ങയ്ക്ക പുറത്തായി. കാരണം മറ്റൊന്നുമല്ല, മുരിങ്ങയ്ക്ക വില കിലോഗ്രാമിന് 500 രൂപയിലെത്തി. 500 രൂപ മുരിങ്ങയ്ക്കയുടെ വില. അപ്പൊ മുരിങ്ങയ്ക്കായിട്ടുള്ള കറി വേണ്ട എന്നായിരിക്കും സാധാരണ. 500 രൂപ കൊടുത്ത് നന്നാ, പിന്നെ നമുക്ക് മീൻ അങ്ങനെ എന്തെങ്കിലും മേടിച്ചാൽ അത്രയും വില തന്നെയായി ഇപ്പം പച്ചക്കറിക്കും. മറ്റ് പച്ചക്കറികളായ സവാള, ബീട്രൂട്ട്, വെളുത്തുള്ളി, ഇഞ്ചി, കാരറ്റ്, പച്ച ഏത്തക്കായ എന്നിവയ്ക്കും ഏത്തപ്പഴത്തിനും വില വർദ്ധിച്ചിട്ടുണ്ട്. ദിവസങ്ങൾക്കുള്ളിലാണ് മുരിങ്ങയ്ക്കയുടെ വില റോക്കറ്റ് പോലെ കുതിച്ചു കയറിയത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മുരിങ്ങയ്ക്കനെ പറ്റി ഇങ്ങനെ പരാമർശിച്ചായിരുന്നു. പക്ഷെ ഇതിപ്പോ ഓരോ ദിവസവും കഴിയും തോറും വില കൂടിക്കൊണ്ടിരിക്കും. അല്ലാതെ തന്നെ പച്ചക്കറി എല്ലാ ഐറ്റംസിനും വില കൂടിയായിരുന്നു. അപ്പൊ ആ കൂടുതൽ ഇപ്പൊ 500 രൂപയ്ക്കൊക്കെ മുരിങ്ങയ്ക്ക മേടിച്ചിട്ട്, മുരിങ്ങയ്ക്ക എന്ന് പറഞ്ഞ ഒരു അലങ്കാരമാണല്ലോ നമ്മുടെ സാമ്പാറിനൊക്കെ. അപ്പം അത് വേണ്ട, അതങ്ങ് ഒഴിവാക്കിയേക്കാന്ന് തന്നെയായിരിക്കും എല്ലാ മനുഷ്യരും ചിന്തിക്കുള്ളൂ. അപ്പം അത്രത്തോളം വില കയറിയിരിക്കുകയാണ്. ദിവസങ്ങൾക്കുള്ളിലാണ് മുരിങ്ങയ്ക്കയുടെ വില. ഇതോടെ അടുക്കളയിൽ നിന്ന്, ഹോട്ടലുകളിൽ നിന്നും മുരിങ്ങയ്ക്ക പുറത്തായി. ഉറപ്പായിട്ടും പുറത്താവും ഇങ്ങനെയാണെങ്കിൽ. ശബരിമല സീസൺ ആരംഭിച്ചതും തമിഴ്നാട്ടിൽ നിന്നുള്ള മുരിങ്ങയ്ക്കയുടെ വരവ് കുറഞ്ഞതുമാണ് വില കുത്തനെ ഉയരാൻ കാരണം. 1/2 മീറ്ററോളം നീളം വരുന്ന മുരിങ്ങയ്ക്കയാണ് ഇപ്പോൾ പ്രധാനമായും വിപണിയിലെത്തുന്നത്. നാടൻ മുരിങ്ങയ്ക്ക വിപണിയിലെത്തിക്കാൻ വില കുറയുമെന്നും വ്യാപാരികൾ പറയുന്നു. കാന്താരിമുളകിന്റെ വിലയും കിലോഗ്രാമിന് 500 രൂപയിലെത്തി. കാന്താരിയൊക്കെ നമ്മളെ വീട്ടിലൊക്കെ പണ്ട് നിന്നുകൊണ്ടിരുന്നതാണ്, അതിന്റെ വിലയാണ് ഇപ്പൊ 500 രൂപയായത്. ഇനിയിപ്പോ എല്ലാവരും കാന്താരി കൃഷിയൊക്കെ നടത്തുകയാണെങ്കിൽ അതാണ് നല്ലത്, ഉപജീവനം നടക്കുമായിരിക്കും. ആഴ്ചയ്ക്ക് മുമ്പ് വരെ 300 രൂപ ഉണ്ടായിരുന്ന കാന്താരിയാണ് ഇപ്പോൾ 500 രൂപയിലെത്തിയത്. ഏത്തപ്പഴത്തിന്റെ വിലയും ഉയരുകയാണ്. വില കിലോഗ്രാമിന് 75 മുതൽ 80 രൂപ വരെ എത്തി. 45 മുതൽ 50 രൂപ വരെയായിരുന്ന വില നേരത്തെ. പഴത്തിനൊപ്പം പച്ചക്കായുടെ വിലയും ഉയർന്നിട്ടുണ്ട്. 35 രൂപയിൽ നിന്നും വില 50 രൂപയിലെത്തി. കഴിഞ്ഞ മാസം ആദ്യം 40 രൂപയുണ്ടായിരുന്ന ബീട്രൂട്ടിന് ഇന്നലെ കോട്ടയം മാർക്കറ്റിൽ 60 രൂപയാണ് വില. 60 രൂപയ്ക്ക് ബീട്രൂട്ടൊക്കെ മേടിച്ച് അല്ലേ ഉണ്ടാക്കുന്ന 60 രൂപയാണ്. ഊട്ടിയിൽ ബീട്രൂട്ട് ലഭിക്കുന്നത് 70 മുതൽ 75 രൂപ നിരക്കിലാണ്. 55 രൂപയായിരുന്നു കാരറ്റിന്, 80 രൂപയായി അത് ഉയർന്നു. 55 നിന്ന് 80 നല്ല കൂടുതലാണ് വന്നിരിക്കുന്നത്. ചെറിയ സവാളയുടെ വില കിലോഗ്രാമിന് 40 രൂപയും പൂനെയിൽ നിന്ന് എത്തിയിരുന്ന വലിപ്പമുള്ള സവാളയുടെ വില 80 രൂപയുമാണ്. സവാളയുടെ ഇപ്പൊ കുറച്ചായിട്ട് സവാളയുടെ ഉള്ളിയുടെ എല്ലാത്തിനും സവാള വേണം. അതെ, ഉള്ളിയും സവാള നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തതാണ്. അതിന് ഓൾറെഡി നമ്മൾ കഴിഞ്ഞിടയ്ക്കൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല റേറ്റ് ആണ്. അതിപ്പോ വീണ്ടും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. വെളുത്തുള്ളി വില 400 രൂപ. വെളുത്തുള്ളി ആയിരുന്നു തുടങ്ങിയെന്ന് തോന്നുന്നു. വെളുത്തുള്ളി വാങ്ങാൻ വരുമ്പോഴേ പച്ചക്കറി കടകളിലൊക്കെ ചോദിക്കും, ഇതെന്താ സ്വർണം വാങ്ങിക്കാനാണോ, സ്വർണം എടുക്കാനാണോ അവർ പറയുന്നത്, വെളുത്തുള്ളി അങ്ങനെ കളിയാക്കിക്കൊണ്ട്. അപ്പം അത്രത്തോളം വിലയായിരുന്നു വെളുത്തുള്ളിയിൽ തുടങ്ങിയപ്പോഴത്തേ എല്ലാത്തിനും. ഇപ്പം മുരിങ്ങയ്ക്കൊക്കെ 500 രൂപ എത്തി. വെളുത്തുള്ളിയെ കടത്തി വിട്ടിരിക്കുക 400 രൂപ. ഇഞ്ചി വില 80 മുതൽ 120 രൂപ വരെയുമാണ്. 55 രൂപയായിരുന്ന തേങ്ങയ്ക്ക് ഇപ്പോൾ 64 രൂപയായി. തേങ്ങയിൽ നിന്നാണ് നമുക്ക് വേണ്ട വെളിച്ചെണ്ണ വരെ. വെളിച്ചെണ്ണ മലയാളികളെ സംബന്ധിച്ച് ചിന്തിക്കാൻ പറ്റില്ല. അപ്പം അതെല്ലാം വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. ക്യാബേജ്, വെണ്ടയ്ക്ക, തക്കാളി, കോവയ്ക്ക, ബീൻസ്, പയർ, മത്തങ്ങ, പടവലം എന്നിവയ്ക്ക് കാര്യമായ തോതിൽ വില വർദ്ധിച്ചിട്ടില്ല. കുറച്ച് ഐറ്റംസ് എങ്കിലും ഉണ്ട്. എന്നാലും ക്യാബേജ്, വെണ്ടയ്ക്ക, തക്കാളി, കോവയ്ക്ക, ബീൻസ്, പയർ, മത്തങ്ങ, പടവലം ഇത്രയും സാധനങ്ങൾക്കാണ് കാര്യമായിട്ട് വില. പക്ഷെ ഒരിടയ്ക്ക് തക്കാളി ഭയങ്കര റേറ്റ് ആയിരുന്നു. അപ്പൊ ഇത്രയും സാധനങ്ങൾക്ക് നിലവില് കാര്യമായിട്ട് വലിയ തോതിൽ വില വർദ്ധിച്ചിട്ടില്ല. അതെ, ഒരു തക്കാളി ഒക്കെ എടുത്ത് തൂക്കുമ്പോൾ അതിന് ഭയങ്കരമായിട്ടും തക്കാളി വേണം, അല്ലെങ്കിൽ തക്കാളി വേണ്ട, ആ ഒരു രീതിക്കാണ്. കേരളത്തിലെ വിപണികളിൽ ഇപ്പോൾ ലഭിക്കുന്നത് ഉത്തരേന്ത്യൻ മുരിങ്ങയ്ക്കയാണ്. ഇവ പ്രധാനമായും എത്തുന്നതും ഗുജറാത്തിൽ നിന്നാണ്. ശബരിമല സീസൺ തുടങ്ങിയതോടെയാണ് മുരിങ്ങയ്ക്കയ്ക്ക് വിപണിയിൽ കുതിപ്പുണ്ടായത്. തണുപ്പ് കാലം തുടങ്ങുന്നതോടെ നാടൻ മുരിങ്ങയ്ക്ക വിളവ് കുറയും. എന്നാൽ ഉത്തരേന്ത്യൻ മേഖലയിൽ ഈ സീസണിലാണ് കായ്ഫലം കൂടുതലായി ലഭിക്കുന്നത്. മുരിങ്ങ കൃഷി ചെയ്യുന്ന രാജ്യങ്ങളിൽ ഇന്ത്യയാണ് ഒന്നാമത്. എന്തായാലും ഇന്ത്യ ഒന്നാമതാണെങ്കിൽ ഇപ്പം നമുക്കിവിടെ ഭയങ്കര വിലയാണ് മുരിങ്ങയ്ക്കയ്ക്ക്. മുരിങ്ങയ്ക്ക മേടിച്ച് കറി ഉണ്ടാക്കാൻ പറ്റാത്ത സാഹചര്യത്തിലോട്ടാണ് പോകുന്നത്.
അപ്പോൾ ഇങ്ങനെ പോയാൽ എന്തായിരിക്കും ഇനി നാളത്തെ അവസ്ഥ, ഇനി ഇപ്പോഴത്തൊട്ടേയുള്ള അവസ്ഥ എന്തായിരിക്കും? കാര്യം സബ്സിഡി സാധനങ്ങളുടെ വില കൂടി, പിന്നെ പച്ചക്കറിയുടെ വില കൂടി. അപ്പോൾ ജനങ്ങൾ എങ്ങനെ ജീവിക്കും എന്നുള്ളതൊരു ചോദ്യചിഹ്നമായിട്ട് നിലനിൽക്കുകയാണ്. നമുക്ക് നോക്കാം ഇതിനൊക്കെ എന്തെങ്കിലും പരിഹാരം ഉണ്ടാവുമോ? അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് നമ്മുടെ നാട്ടിലോട്ട് വരുന്ന പച്ചക്കറിയും സബ്സിഡി സാധനങ്ങളുടെ എല്ലാം വില വർധന കുറയട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. അതിനെന്താണോ ഉള്ള സൊല്യൂഷൻസ് അത് ആ രീതിക്ക് നടക്കട്ടെ. അത് നമുക്ക് അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ. കാരണം ഇവിടെ ഇപ്പം സർക്കാർ സാമ്പത്തിക പ്രതിസന്ധിയാണ് ഉയർത്തുന്നത് ഈ സപ്ലൈകോയിൽ. അവിടെ ആണെങ്കിൽ വില ഉയരുന്നു. അപ്പോൾ എന്താണ്, സർക്കാർ തന്നെ ഒരു നടപടി എടുക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.